നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫി ടീം ഓഫ് ദി ടൂർണമെൻറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ICC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ കഴിഞ്ഞു, ടീം ഇന്ത്യ കിരീടം ചൂടി, അതിൻ്റെ ആവേശത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ടീം ഓഫ് ദി ടൂർണമെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ 6 ഇന്ത്യൻ താരങ്ങളുണ്ട്. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഈ ടീമിൽ ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ടീം ഓഫ് ദി ടൂർണമെൻറ്റ് നായകനായിട്ട് മിച്ചൽ സാന്റ്നറെയാണ് ICC തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്ലേയിങ് 11-ൽ 5 ഇന്ത്യൻ താരങ്ങൾ വരുന്നുണ്ട്, പിന്നെ 12th മാനായിട്ട് ഒരു ഇന്ത്യൻ താരം. അങ്ങനെ 6 ഇന്ത്യൻ താരങ്ങളാണ് ഈ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ ഒരു ടീം ഓഫ് ദി ടൂർണമെൻറ്റിൽ ഉള്ളത് എന്ന്. രജിൻ രവീന്ദ്ര ന്യൂസിലാൻഡ് താരം 251 റൺസാണ് ഈ ടൂർണമെൻറ്റിൽ അടിച്ചത്. 62.75 ആവറേജിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു. 2 സെഞ്ചുറികൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഓപ്പണറായിട്ടുള്ളത് ഇബ്രാഹിം സദ്രനാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഓപ്പണർ 216 റൺസാണ് അടിച്ചത്. 72 ആവറേജ്, ഒരു സെഞ്ചുറി അദ്ദേഹത്തിൽ നിന്ന് വരികയും ചെയ്തു. വൺ ഡൗൺ ആയിട്ട് മറ്റാരുമല്ല, സാക്ഷാൽ കിങ് കോഹ്ലി, വിരാട് കോഹ്ലി 218 റൺസാണ് അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ അടിച്ചത്. 54.5 ആവറേജിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു, ഒരു സെഞ്ചുറി പിറക്കുകയും ചെയ്തു. നാലാമതായിട്ട് മറ്റാര്, ശ്രേയസ് അയ്യർ തന്നെ. മധ്യനിരയിൽ ഇത്രയധികം സ്ഥിരത കാണിക്കുന്ന മറ്റാരുണ്ട്? ശ്രേയസ് അയ്യർ വരുന്നു. അദ്ദേഹം 243 റൺസാണ് അടിച്ചത്. 48.6 ആവറേജിൽ 2 50കളും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നിരുന്നു. നമ്പർ 5 മറ്റൊരു ഇന്ത്യയുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രകടനം നടത്തിയ താരം KL രാഹുൽ. അദ്ദേഹമാണ് ഈ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ. 140 റൺസ് അദ്ദേഹം അടിച്ചു. അദ്ദേഹത്തിൻ്റെ ആവറേജ് 140. 42 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ. പിന്നെ ഗ്ലെൻ ഫിലിപ്സ്, നമ്പർ 6-ൽ ഗ്ലെൻ ഫിലിപ്സ്, ന്യൂസിലാൻഡ് താരം. 177 റൺസാണ് അദ്ദേഹം അടിച്ചത്. 59 ആവറേജ് ഉണ്ടായിരുന്നു. 2 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി. മതിയോ? അത് പറഞ്ഞാൽ പോരല്ലോ. അദ്ദേഹത്തിൻ്റെ കിടിലൻ ക്യാച്ചുകൾ നമ്മൾ കണ്ടില്ലേ? പറക്കും കിവികൾ സാധാരണ പറക്കാറില്ല, പക്ഷേ ഗ്ലെൻ ഫിലിപ്സ് പറക്കും കിവിയാണ്. അദ്ദേഹം 5 ക്യാച്ചുകൾ ഈ ഒരു ടൂർണമെൻറ്റിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ നമ്പർ 7-ൽ അസ്മത്തുള്ള ഒമർസായി, അഫ്ഗാൻ്റെ ഓൾറൗണ്ടർ. 126 റൺസ് അടിച്ചു. 42 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 7 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി, ഒരു 5 വിക്കറ്റ് ഹോളും ഉണ്ടായിരുന്നു. നമ്പർ 8-ൽ മിച്ചൽ സാന്റ്നർ, ന്യൂസിലാൻഡ് താരം. അദ്ദേഹമാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ. 9 വിക്കറ്റുകൾ വീഴ്ത്തി. 26.6 ആവറേജിൽ അദ്ദേഹം ബൗൾ ചെയ്തു. 4.8 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇക്കണോമി. നമ്പർ 9 മുഹമ്മദ് ഷാമി, ഇന്ത്യൻ പേസറും. 9 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. 25.8 ആവറേജ്, 5.68 ഇക്കണോമി, ഒരു 5 വിക്കറ്റ് ഹോളും അദ്ദേഹത്തിൽ നിന്ന് വന്നു. ദെൻ 10ാം സ്ഥാനത്ത് മാറ്റ് ഹെൻറി, ന്യൂസിലാൻഡ് താരത്തിന് ഫൈനൽ കളിക്കാൻ പറ്റിയില്ല, പക്ഷേ ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 10 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയുണ്ടായി. 16.7 ആവറേജ്, 5.32 ഇക്കണോമി, ഒരു 5 വിക്കറ്റ് ഹോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്പർ 11 മറ്റാര്, വരുൺ ചക്രവർത്തി, ഇന്ത്യയുടെ തുറുപ്പു ചീട്ടായിട്ട് ഈ ടൂർണമെൻറ്റിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയ സ്പിൻ ബൗളർ. അദ്ദേഹം 9 വിക്കറ്റുകൾ 3 കളികളിൽ നിന്നാണ് വീഴ്ത്തിയത്. 15.1 ആവറേജ്, 4.53 ഇക്കണോമി. ഇതാണ് 11. ഇനി നമ്പർ 12-ൽ ഒരു ഇന്ത്യൻ പ്ലെയർ ഉണ്ട്. 12th പ്ലെയറായിട്ട് അക്സർ പട്ടേൽ. എന്തൊരു ഓൾറൗണ്ട് പ്രകടനം അദ്ദേഹം നടത്തി. 5 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയുണ്ടായി ഈ ടൂർണമെൻറ്റിൽ. 4.35 ഇക്കണോമിയിൽ അദ്ദേഹം ബൗൾ ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം ബാറ്റ് കൊണ്ട് 109 റൺസ് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച ഓൾറൗണ്ട് കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. ഇതാണ് ഇപ്പോൾ ICC പ്രഖ്യാപിച്ചിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി ടീം ഓഫ് ദി ടൂർണമെൻറ്റ്. നിങ്ങൾക്ക് ഈ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.